കേരളത്തിൽ LDF-ഉം NDA-യും ഒപ്പത്തിനൊപ്പം എന്ന് പറയാൻ കഴിയുന്ന നിലയുണ്ട്. ഒറ്റ സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് LDF. NDA 2 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ചില സീറ്റുകളിലൊക്കെ വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന കാണുന്നത്. അതിലൊന്നാണ് മാവേലിക്കര. ഗോപാൽ ഷീലാസാനിലുണ്ട്. ഗോപാല്, മാവേലിക്കര മാറി മറിഞ്ഞാണോ നിൽക്കുന്നത്, അതോ ഇപ്പോൾ കാണുന്ന UDF-ന്റെ ഒരു ട്രെൻഡ് തുടരുകയാണോ ചെയ്യുക? ഒരിക്കലുമല്ല നിഷാദ്. മാവേലിക്കര തുടക്കം മുതൽ തന്നെ അപ്രവചനീയമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 2 സ്ഥാനാർത്ഥികളും കൃത്യമായ ഇടവേളകളിൽ അവരുടെ ലീഡ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം ലഭിച്ച കണക്ക് പ്രകാരം 1752 വോട്ടിന്റെ ലീഡാണ് നിലവിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ട് മുൻപ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് ആ ലീഡ് നില CA അരുൺകുമാറിന് അനുകൂലമായിരുന്നു. 2 സ്ഥാനാർത്ഥികളും ഇതുവരെ 2000-ന് മുകളിലേക്ക് ലീഡ് നില പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1.25 ലക്ഷത്തിലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ ഇതുവരെ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. ബഹുദൂരം പിന്നിലേക്ക് കഴിഞ്ഞ തവണ ഏകദേശം 1,25,000 വോട്ടുകൾ സമ്പാദിച്ച BDJ സിക്കുറി വല്ലാണ്ടങ്ങ് പുറകോട്ട് പോയിരിക്കുന്നു. ഇപ്പോഴും ഈ മാവേലിക്കര മണ്ഡലത്തിൽ എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. 2 സ്ഥാനാർത്ഥികളും കൃത്യമായ സമയങ്ങളിൽ അവരുടെ ലീഡ് മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. നിലവിൽ കൊടിക്കുന്നിൽ സുരേഷിന് സ്വാധീനമുള്ള UDF-ന് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളാണ് എണ്ണുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് മുൻപായി തന്നെ കുട്ടനാട്ടിലെ കൈനഗരി പഞ്ചായത്ത്, ഇടതുകോട്ടയായ കൈനഗരി പഞ്ചായത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ എണ്ണിക്കഴിഞ്ഞു. ഇനിയും റൗണ്ടുകൾ നിരവധി എണ്ണി തീരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു തരത്തിലും ഒരു ഫലം പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് മാവേലിക്കര ഉള്ളത്. ശരി, അപ്പൊ മാവേലിക്കര ഒരു മാറി മറിയുന്ന മണ്ഡലം എന്നതിലേക്ക് പരിഗണിക്കാവുന്ന മണ്ഡലമാണ്. പക്ഷേ എന്നാൽ കൂടിയും LDF-നെ സംബന്ധിച്ച് ആശ്വസിക്കാനൊന്നുമില്ല. കേരളത്തിലെ LDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി അവർ നേരിടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. NDA 2 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരൊറ്റ സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. ഇവിടെ താമര വിരിയാൻ പോകുന്നില്ല. ഈ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും, ഈ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ സാധ്യതകളും അവസാനിപ്പിക്കുമെന്നായിരുന്നു പിണറായി വിജയൻ പ്രസംഗിച്ചത്. എങ്കിൽ തൃശ്ശൂരിൽ ഇതാ 20,000-ലധികം വോട്ടിന് ലീഡുമായി പരാജയപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ സുരേഷ് ഗോപി കുതിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ആലത്തൂരിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. മുമ്പുണ്ടായിരുന്ന ആലപ്പുഴ അവർക്ക് നഷ്ടമായി. വടകരയിൽ അവർക്കൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പത്തനംതിട്ട അവരുടെ കയ്യിൽ നിന്നല്ല, പത്തനംതിട്ടയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒപ്പം മറ്റ് ചാലക്കുടിയിലായാലും കൊള്ളാം, കൊല്ലത്തായാലും ആറ്റിങ്ങലായാലും ഒക്കെ. ആറ്റിങ്ങൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ മണ്ഡലമാണെങ്കിൽ കൂടി ആറ്റിങ്ങലിൽ ഒരു സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ കാണുന്ന കാര്യം. LDF-നെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു തിരിച്ചടി അവർ നേരിടുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ്. 310-212 എന്നാണ് ദേശീയ ചിത്രം. നരേന്ദ്രമോദിയുടെ ടീം മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ കാഴ്ചയാണ്. 543 സീറ്റുകളിലെയും വിജയ സാധ്യതകളുടെ സൂചനകൾ പുറത്തു വന്ന് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് ആവർത്തിക്കപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂർ തോക്കാൻ പോവുകയാണോ അജിംസെ? 1160 വോട്ടിന് ലീഡുമായി ആദ്യത്തെ 3-4 റൗണ്ട് കഴിയുമ്പോൾ രാജീവാണ് മുന്നിൽ. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ലീഡ് നില മാറി മറിയുകയാണ്. പക്ഷേ തൃശ്ശൂരിൽ അതല്ല സ്ഥിതി. തൃശ്ശൂരിൽ 20,000 കടന്നിരിക്കുന്നു ലീഡ് നില. തൃശ്ശൂരിൽ വളരെ കൃത്യമായ ഒരു ലീഡ് നില ഉയർത്തുന്നുണ്ട് സുരേഷ് ഗോപി. ഒരു ഘട്ടത്തിൽ പോലും EVM എണ്ണി തുടങ്ങിയതിന് ശേഷം VS സുനിൽകുമാറിന് ആ ലീഡ് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.